ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ള കൃഷ്ണരാജ്, ചോദ്യം ഉത്തരം, അതിന്റെ വാസ്തവം എന്ത്, അതിന്റെ ശരിയെന്ത്? അതായത് എന്താണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആണ് വീർ സവർക്കർ എന്നതിന് ഔദ്യോഗികമായ തെളിവില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീർ സവർക്കർ എന്നാണ് എന്നിരിക്കട്ടെ അത് തന്നെ ഒരു തെളിവല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഉത്തരം അതാണെങ്കിൽ അത് തന്നെ തെളിവാണ്. ഈ ചോദിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് തെളിവായി. അപ്പോൾ വീർ സവർക്കറാണ് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നുള്ളതിന് തെളിവായി. ഉത്തരം അത് വീർ സവർക്കർ എന്ന് തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നത് തെളിവായി. അപ്പോൾ നേരത്തെ ഐസൻ പറഞ്ഞതുപോലെ ഇത് കൃത്യമായൊരു പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിദഗ്ധരൊക്കെ ചേർന്നൊരു തീരുമാനം എടുക്കട്ടെ. എന്നിട്ട് തെളിവില്ല എങ്കിൽ വീർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ തീരുമല്ലോ ഈ പ്രശ്നം. ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി വീർ സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് ആവർത്തിച്ച് ഒരു സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ നിലപാടുകൾ മാറിപ്പോയി. ഇതിനൊക്കെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ പച്ചവൽക്കരണമാണോ കാവ്യവൽക്കരണമാണോ എന്നുള്ളതല്ല, മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ. അത് സ്വാഭാവികമായും വീർ സവർക്കർ എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒന്ന്. അതിൽ നിന്നുണ്ടായതാണ് ഈ സസ്പെൻഷൻ. ഇല്ലെങ്കിൽ എന്താണ്, ഓഗസ്റ്റ് 1 ചോദ്യം അയച്ചു കൊടുത്താൽ അത് ആരാണോ വായിച്ച് ഉറപ്പുവരുത്തി അത് ചോദ്യമാക്കി മാറ്റേണ്ടത് അയാൾക്കെതിരെ നടപടിയില്ല. ഇത് താഴെത്തട്ടിൽ മാത്രം നിൽക്കുകയാണ് നടപടി. ഇത് മുകൾത്തട്ടിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ മുകൾത്തട്ടിലിരിക്കുന്ന ആളോട് അത് ചോദിച്ചില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടി? അവർക്ക് എപ്പോഴും വേട്ടയാടാൻ ആഗ്രഹം ഗുരുപ്രസാദിനെ പോലെയുള്ള സത്യം പറയുന്ന ദേശീയതയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന അധ്യാപകരാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് എത്രയൊക്കെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാലും ശരി, ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും ദേശീയവാദികളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കും. അത് പുതിയ കാലത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് മാത്രമേ ഇടത് ജിഹാദി കോൺഗ്രസ് എക്കോസിസ്റ്റങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.